നമ്മള് വരുമെന്ന് പറഞ്ഞ കാരണം എല്ലാവരും വീട് കൂട്ടി പോയോ? ഇവരിതിപ്പോ എവിടെ പോയി? വാ വാ എന്നെ മടിച്ചിരിക്കുന്നത്. ഇവിടെ ആരുമില്ലാന്നൊന്ന് സംശയിച്ചായിരുന്നു. ആ ഫ്രണ്ടിലെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്ത് നടക്കുന്ന ഒന്നും അറിയാൻ മേല. ഗ്രേസമ്മേ എത്ര നാളായി വന്നേ. വാ, ഇതാരുടെ കൊച്ച? ഇത് ഞങ്ങളുടെ വച്ച. പിന്നെ നിങ്ങൾക്ക് ഞാൻ അറിയാത്ത മോള് ഒരെണ്ണമുള്ളത് സൗത്ത് ആഫ്രിക്കയിലോ സാംബയിലോ എവിടെയാ? സൗത്ത് ആഫ്രിക്കയില്. ഓ, അനിയത്തിമാരുടെ ആയിരിക്കും. കോട്ടയത്ത് ഒരാളുണ്ട്, റോസമ്മയോ പ്രിൻസിയോ, പേരൊക്കെ മറന്നു. ഞങ്ങൾ ഈ കൊച്ചിനെ ദത്തെടുത്താ കുരിയച്ച. ഒരു കുഴപ്പമില്ല, വളരെ നന്ദി. ഞങ്ങൾക്ക് എവിടെ നിങ്ങൾ ഒരാളെ ഏർപ്പാടാക്കി. കുരിയച്ചിനിപ്പോ അതിന്റെ ആവശ്യം ഒന്നുമില്ല. മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടല്ലോ. ഒറ്റയെണ്ണം ഇല്ലെന്നേ കൂടെ എല്ലാരും അവരവരുടെ പാട് നോക്കി പോയി. വന്നിട്ടും പോയിട്ടും ഞാനും ഈ കിളവയും മാത്രമുണ്ട്. അവിടെ നിർത്തിക്കൊണ്ട് വർത്താനം പറയാണോ? ഇങ്ങോട്ട് കയറി വന്നേ. വാ വന്നേ. നിങ്ങൾ ഇരിക്കുന്നേ. ഞങ്ങള് വന്ന കാര്യം എന്താന്ന് വെച്ചാ ഞങ്ങളൊരു അപേക്ഷയായിട്ട് വന്ന. അപേക്ഷ? എന്താ അപേക്ഷ? അതും ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന എന്നോടോ? പൈസയുടെ ഏർപ്പാട് വല്ലതും അല്ലല്ലോ. മാമച്ചന്റെ ബാങ്ക് ബാലൻസേ കോടികളാണെന്ന് ആർക്കറിയാം. അതൊക്കെ തെറ്റിദ്ധാരണയില്ല. കോടികളൊന്നുമില്ല. മനുഷ്യർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അല്ലേ? മാമച്ചൻ കാര്യം പറ. ഗ്രേസമ്മേ നീ പറ. അത് പറയണമെങ്കിൽ ആദ്യം ഇവളുടെ കഥ പറഞ്ഞു. ഞങ്ങൾക്ക് കഥ കേൾക്കേണ്ടത്. ഇവളെ ഞങ്ങള് തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫണേജിൽ നിന്ന് ദത്തെടുത്തു. ഇവളും ഇവളുടെ ചേച്ചി അലീനയും ബ്രിജിത മമ്മിയും നടത്തിക്കൊണ്ട് വന്ന അനാഥാലയത്. ബ്രിജിത മമ്മി മരിച്ചതോടെ ഓർഫണേജ് നടത്താൻ ആളില്ലാതെ ഇവളെ ഞങ്ങള് വീട്ടുജോലിക്ക് കൊണ്ടുവന്നതാ. ഇപ്പൊ ഇവളെ ഞങ്ങളുടെ മോളാ. ഇവക്ക് ശരിക്കും അച്ഛനമ്മമാരൊന്നുമില്ലേ? ഇല്ലെന്നാ വിചാരിച്ചോണ്ടിരുന്നേ. ഈയിടെ കിളിമാനൂരിന്ന് ഒരാൾ തിരക്കി വന്നു. അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ ഇവൾക്ക് അച്ഛനും ഉണ്ട് മുത്തച്ഛനും ഉണ്ട്. കിളിമാനൂരാ വീട്. വലിയ പൈസക്കാരാ. ഇവിടുത്തെ ജോബിച്ചന്റെ കാര്യം പറഞ്ഞ പോലെയാ. ഇവളുടെ അച്ഛൻ ഒരു പാവപ്പെട്ട പെണ്ണിനെ പ്രേമിച്ച് വീട്ടിൽ നിന്ന് ചാടിപ്പോയി അവളുടെ കൂടെ താമസം തുടങ്ങി. കയ്യിലെ കാശ് തീർന്നു. വീട്ടിൽ നിന്നൊന്നും കിട്ടത്തില്ലെന്നും ആയപ്പോ ഇവളുടെ അച്ഛൻ വീട്ടിലോട്ട് തിരിച്ചു പോകും. പക്ഷെ വീട്ടിൽ കയറ്റണമെങ്കിൽ വേറെ കല്യാണം കഴിക്കണം. അങ്ങനെ കല്യാണവും നടത്തി. ആദ്യത്തെ പെണ്ണോ? അവളെ ഉപേക്ഷിച്ചു. അവളാണെങ്കിൽ ഈ കൊച്ചിനെ പ്രസവിക്കുകയും ചെയ്യും. ഇവളെ അനാഥാലയത്തിൽ കൊണ്ടാക്കി ആ പെണ്ണ് ആത്മഹത്യ. അയ്യോ, കഷ്ടായി പോയി. ഇപ്പൊ ഇവളുടെ അച്ഛനും മുത്തച്ഛനും ഇവളെ വേണം. അവർക്ക് വേറെ അവകാശങ്ങളൊന്നുമില്ല. രണ്ടാമത് കെട്ടിയ പെണ്ണിന് മക്കളുമില്ല. ദൈവം ഓരോന്ന് വരച്ചു വെച്ച് ഒരു കയറ്റത്തിന് ഒരിറക്കം. ഇപ്പൊ അച്ഛനും മോളും തമ്മില് ഇടയ്ക്ക് വിളിയും വർത്താനൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് വെച്ചാ അയാള് ക്യാൻസർ പിടിച്ച് ഡോക്ടർമാരെ ഉപേക്ഷിച്ച് മരിക്കാൻ കിടക്കായിരുന്നു. ഇവളെ കണ്ട ശേഷം അയാളുടെ രോഗം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഇവളെവിടെ പോയി? അവരെ കണ്ടായിരുന്നു? ആ 2-3 പ്രാവശ്യം പോയി. ഇവള് കഞ്ഞിയൊക്കെ കോരി കൊടുത്തു. ഇപ്പൊ അയാൾ എഴുന്നേറ്റ് ഇരിക്കും, നടക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. മരുന്നിനേക്കാൾ ഗുണം ചെയ്യും ചില മനുഷ്യരുടെ അടുപ്പവും സ്നേഹവും വർത്തമാനവും. അതൊരു കഥ. ഇനി രണ്ടാമത്തെ കഥ. ഇവളുടെ ചേച്ചി അലീനയെ പാലായിൽ ഒരു വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയി. ചേച്ചി എന്ന് വെച്ചാ ഒരു കൂടപ്പിറപ്പിനെ പോലെയാ ഇവർ അനാഥാലയത്തിൽ ജീവിച്ച്. അവക്കൊണ്ട് അച്ഛനും അമ്മയോ അത് പിന്നീട് പറയും. ആ പെണ്ണ് ഹോം നേഴ്സ് ആയിട്ട് നിൽക്കുന്ന വീട്ടിലെ പയ്യൻ, അതായത് ഹൗസ് ഓണറുടെ മകൻ, ഒരു പീഡന കേസിൽ പെട്ട് ഇപ്പൊ പാലാ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുവാ. ഈ അലീന എന്ന കൊച്ചിനെയാണോ പീഡിപ്പിച്ചത്? അല്ലല്ല, പെണ്ണ് വേറെയാ. സംഭവം ഒന്നുമല്ല. ആ ഹൗസ് ഓണറും വൈഫും ഹോസ്പിറ്റലിൽ. വൈഫ് ആക്സിഡന്റ് ആയി കൈയും കാലും ഒടിഞ്ഞു കിടക്കുന്നു. ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് ആയി ഐസിയുവില്ല. അവർക്ക് 2 പെൺമക്കളാ, ചെറിയ കുട്ടികളാ. അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് അലീനയാ. പക്ഷേ ഈ അലീനയെ ഇന്ന് ഉച്ചയ്ക്ക് പോലീസ് വിളിച്ചോണ്ട്. അതെന്തിന്? ചോദ്യം ചെയ്യാനാണെന്നും പറഞ്ഞാ കൊണ്ടുപോയത്. വിടുന്നില്ല. അവളാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളെ പോലെ തന്നെയാ ഞങ്ങൾക്ക് അവളും. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് താമസിച്ചിട്ട് പോകാറുള്ളതാ. ഇവളെക്കാളും നല്ല സ്വഭാവമാ. നിങ്ങൾ പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിൽ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാണെന്ന് പിടികിട്ടി. ആ പെങ്കൊച്ചിനെ ഒരു കാര്യമില്ലാണ്ട് പോലീസ് പിടിച്ചു വെച്ചേക്കോ. ചോദിക്കാനും പറയാനും ആരുമില്ലാന്ന് പോലീസിനറിയാം. ഇന്ന് വിടുന്ന ലക്ഷണവും ഇല്ല. പോലീസിനെ നമുക്ക് കണ്ണടച്ചങ്ങ് വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ. ഞാൻ എന്നാ ചെയ്യണമെന്നു പറഞ്ഞപ്പോ മനസ്സിലായില്ലേ കുരിച്ചായ? നമ്മുടെ ജോബിയുടെ മീര പാല ഡിവൈഎസ്പിയുടെ മോളല്ലേ? വേറൊന്നും വേണ്ട കുരിയച്ച. എന്തിനാ അലീനയെ പോലീസ് വിളിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയാം. തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിട്ടുകിട്ടണം. അത്രേ ഉള്ളൂ. അതിനെ മാമച്ചനൊരു കാര്യം. എന്താ? ഞാനും പാലാ ഡിവൈഎസ്പിയും തമ്മിൽ കണ്ടാമണ്ടത്തിന് എന്റെ മകന്റെ അമ്മായിച്ചന കാര്യമൊക്കെ ശരി. ആ വഴക്കൊക്കെ തീർന്നില്ലേ? എത്ര വർഷമായി? എന്റെ മകൻ അയാളുടെ മകളെ പോയി. ഞാൻ എന്നാ വഴി? അയാൾക്ക് എന്നോടാ ദേഷ്യം. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അവനും അവളും തമ്മിലുള്ള കല്യാണം രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ മനുഷ്യനാ. അതാ. പിന്നെ അല്ലാതെ അവളും എന്റെ മോനോടി വന്ന് എന്റെ കാലായി വീണു ഞങ്ങളെ കെട്ടിച്ചു തരണമെന്ന് പറയും. എനിക്ക് ജാതി മതം നോക്കി മോന്നിരിക്കാൻ പറ്റൂ? ഞാൻ 2 വിളിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തു. നീരയും ജോബിച്ചിനുവേ അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലാ ജോലി ചെയ്ത്. അത് ഒരേ സെക്ഷൻ. എന്നും കണ്ടും മിണ്ടിയും പറഞ്ഞും അവര് പ്രേമത്തിലായി. രജിസ്റ്റർ കല്യാണം നടന്ന വിവരം ഡിവൈഎസ്പി അറിഞ്ഞില്ല. മകൾ എല്ലാ ദിവസവും വീട്ടിലും വരുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. അവരൊരു ദിവസം അതിരമ്പുഴയിലെ വാടക വീടെടുത്ത് ഒന്നിച്ച് താമസിച്ചപ്പോഴാ ഡിവൈഎസ്പി ഞെട്ടിപ്പോയത്. പൊന്നുപോലെ വളർത്തിയ മോളെയാ ഒരു ചെക്കനെ അടിച്ചോണ്ട് പോയത്. അയാള് വിടുവോ? അതൊക്കെ ഞങ്ങൾക്കറിയാം. അയാൾ ഒരു വണ്ടി പോലീസുമായിട്ട് വന്ന് മോളെ പിടിച്ചോണ്ട് പോയതും ജോബിച്ചിനെ അറസ്റ്റ് ചെയ്തതും അതൊക്കെ അന്ന് വലിയ വാർത്തയല്ലായിരുന്നു. എന്റെ മകനെ ലോക്ക് മോളെ ഊരിക്കൊണ്ട് പോകാം. അയാളുടെ ഞാൻ കോട്ടയം എസ്പിയുടെ മുമ്പിൽ രജിസ്റ്റർ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു. അടുത്ത മിനിറ്റിൽ ഉത്തരവ്. അവനെ അവളെ പിടിച്ചെടുത്തുകൊണ്ട് അതിനുശേഷം ഇന്ന് അവരെ ഡിവൈഎസ്പി എന്റെ മൂത്ത് നോക്കി. വർഷം 3 കഴിഞ്ഞില്ലേ?
കഴിഞ്ഞില്ലേ കുര്യച്ച. ഇപ്പൊ ആ വഴക്കൊക്കെ തീർന്നെന്നാ ഞങ്ങള് വിചാരിച്ചത്. അതല്ല രസം, കുറ്റം ചെയ്താൽ അയാളുടെ എന്റെ ജോബിച്ചൻ. പക്ഷെ അയാൾക്ക് അവരോടുള്ള വഴക്കത് കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോ കൊച്ചിനെ കാണാൻ പറ്റി 28 കെട്ടിന് ചോറുകൊണ്ടും ഗുരുവായൂർ കൊണ്ടുപോവുകയും മോളെ മോനെയും പാലായിലെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരും, വിരുന്ന് കൊടുക്കുകയോ എല്ലാം ചെയ്തു. എന്നോടുള്ള വിരോധം മാത്രം തീർന്ന്. കുര്യച്ചനോട് തന്നെ വിരോധിക്കുന്നു. ആർക്കറിയാം, ഞാനല്ലേ എന്റെ മോനെ ജനിപ്പിച്ചത്, അതിന്റെ ആയിരിക്കാം. ഓ കുര്യച്ചായ, ഓ, നിനക്കും ഉണ്ടല്ലോ പങ്ക്. നിങ്ങൾ ഇത് കഴിക്കുന്നേ, അതിനെല്ലാം ഞാനിതെല്ലാം എടുത്തു വെച്ചേക്കുന്നേ. അപ്പോ ഞങ്ങള് വന്ന കാര്യം നടക്കത്തില്ലല്ലേ? ഞാനൊരു കാര്യം, ജോബിയെ മീരെ ഇങ്ങോട്ട് വിളി, ഗ്രേസമ്മ അവരോട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. മീരെ വിളിച്ചു പറഞ്ഞാൽ അയാള് കേൾക്കുമായിരുന്നു. മീരയെ കൊണ്ട് പറയിപ്പിക്കാം. മീര എങ്ങനെയുള്ള ആളാ പറയൂ. അതൊക്കെ ഞാൻ പറയിച്ചോളാം. ഞാൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ അവൾക്ക് പറ്റത്തില്ല. അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഞാനാ കല്യാണം നടത്തി. വേറെ പോലെ തന്തമാരും ചെയ്യോ തെണ്ടിത്തരോ കാണിച്ചത്. എന്നാലും ഞാനൊന്ന് വിളിച്ചതോ. അച്ഛനാ എന്നെ വാവേ നോക്ക് കണ്ടോ എന്നാടാ എന്നെ വാവേ. ഹലോ, എടാ ജോബി മോനെ, നീ എവിടെയാ? ഞാൻ പുറത്താ. എന്നാപ്പാ? ഇന്ന് ജോലിക്ക് പോയില്ലേ? കുട്ടായിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ടായിരുന്നു, ഹാഫ് ഡേ ലീവ് എടുത്തു. എടാ കുട്ടായി കുട്ടായി എന്ന് വിളിക്കാടാ, കൊച്ചിന്റെ പേര് വിളിടാ. ഇല്ലെങ്കിൽ വലുതാകുമ്പോ കുട്ടായി എന്നുള്ള പേര് പതിഞ്ഞു പോവേ. എന്താടാ പപ്പ ഇപ്പൊ വിളിച്ച എന്നാത്തിനാണ് പറഞ്ഞത്. എടാ നമ്മുടെ ഗ്രേസമ്മയില്ലേ മുല്ലക്കാനത്തെ, എന്റെ പപ്പാടെ പെങ്ങടെ മോള് പാലാരിവട്ടം. ആ മനസ്സിലായി. ചിരിച്ചേ. ആ ഗ്രേസ് അമ്മായിയുടെ മോനല്ലേ ആക്സിഡന്റിൽ മരിച്ചുപോയത്, ജിജോ. അത് തന്നെ. നീയും അവനും കൂടെ വലിയ കൂട്ടായിരുന്നല്ലോ. ഗ്രേസമ്മ ഇപ്പൊ ഇവിടെ ഉണ്ട്. അവര് മീരയും കൊച്ചിനെ കണ്ടു. നീ അവരെയും കൂട്ടിക്കൊണ്ടിങ്ങ് വാ. പപ്പ അതിപ്പം കുത്തിവെപ്പ് എടുത്തു കഴിഞ്ഞപ്പോഴേ അതെ. കുട്ടായിക്ക് ഒരു പനിയുടെ ലക്ഷണം പോലെ. എടാ അതൊന്നും പനിയല്ല, ഇച്ചിരി ടെമ്പറേച്ചർ കൂടും, അത്രേ ഉള്ളൂ. പപ്പയ്ക്ക് അത് അറിയാൻ മേലാഞ്ഞിട്ടാ. എന്നാ പറ്റി? ആ പറയാം. എടാ ഞാൻ നിനക്കെടുത്ത കുത്തുവയ്പ്പല്ലേ ഇപ്പൊ നീ നിന്റെ മകനെടുത്തത്. എന്നിട്ട് എനിക്കറിയാൻ മേലം. നീ അവളെയും കൊച്ചിനെയും കൂട്ടി വാ, ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. പപ്പ വൈകുന്നേരം എടാ അതിരമ്പഴേന്ന് കുറവല്ലെങ്കിൽ 1/2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. നീ അതുകൊണ്ടെങ്കിൽ വാ, പെട്ടെന്ന് വന്നോണം കേട്ടോ. വീട്ടിലോട്ട് ചെല്ലണം. അല്ല പിന്നെ സർ സർ ബാലേന്ദ്ര മേനോന്റെ വീട്ടിൽ ജോലിക്കുന്ന ആ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ആ വിളിക്ക്. കയറി വഴിയോട് സാറിന്റെ മുന്നിലേക്ക് കയറി. എന്താ എന്റെ പേര്? അലീന. ഇരിക്കും. നീ ബാലചന്ദ്ര മേനോന്റെ വീട്ടില് ഹോം നേഴ്സ് ആയിട്ട് ജോലി ചെയ്യണോ അതോ വേലക്കാരിയാണോ? വീട്ടു ജോലിയും ചെയ്യാറുണ്ട്. ഹോം നേഴ്സ് ആയിട്ട് വന്ന് നീ എന്തിനാ വീട്ടിൽ ജോലി ചെയ്യുന്നേ? അല്ല അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ. അത് സമയമുള്ളതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ സർ. നിന്നെ ആ വീട്ടിലുള്ളവര് നിർബന്ധിച്ച് പണിയെടുപ്പിച്ചാണോ? അല്ല സർ, വെറുതെ ഇരിക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുന്നത്. നിനക്ക് എത്ര ശമ്പളം? ആദ്യം 10,000 രൂപയായിരുന്നു, ഇപ്പൊ കൂട്ടി. അപ്പോ കൃത്യമായിട്ട് ശമ്പളം തരാറുണ്ടോ? ആ ഉണ്ട് സർ. ഈ ശമ്പളത്തിന് പുറമെ അതായത് ടിപ്പ് അതുപോലെ അങ്ങനെ കൈയച്ചുള്ള ചില സമ്മാനങ്ങൾ? ഇല്ല. അപ്പോ ഈ ബാലചന്ദ്ര മേനോനാണോ ടിപ്പ് തരിക അതോ ഇനി മറ്റുള്ളവരാണോ? അങ്ങനെയൊന്നും തരാറില്ല. നീയും ബാലചന്ദ്ര മേനോനും തമ്മിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമുണ്ടോ? സർ ഇതൊക്കെ ആര് പറയുന്നു? തൽക്കാലം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് ചോദ്യം വേണ്ട. എനിക്ക് ആരുമായിട്ട് മോശമായ ബന്ധങ്ങളില്ല സർ. നീയും ബാലചന്ദ്ര മേനോനും തമ്മിൽ മോശമായ ബന്ധമുള്ളതിന്റെ പേരിൽ അയാളുടെ ഭാര്യ പിണങ്ങിപ്പോയെന്ന് കേൾക്കുന്നു, അത് ശരിയാണോ? അദ്ദേഹത്തിന്റെ ഭാര്യ പിണങ്ങി എവിടെയും പോയിട്ടില്ല സർ. ആക്സിഡന്റ് പറ്റി ദേവമാത ഹോസ്പിറ്റലിൽ കിടക്കുക. നിന്റെ വീടോടെ? എനിക്ക് വീടില്ല സർ. ഞാനൊരു ഓഫനേജിലാണ് വളർന്നത്. കഴക്കൂട്ട എന്ന സ്ഥലപ്പേര്. ഓ, അപ്പൊ നീ അനാഥയാണ്. അങ്ങനെയായിരുന്നു. ഈ ആയിരുന്നു എന്ന് പറഞ്ഞാ ഇപ്പൊ അങ്ങനെ അല്ലാന്ന് കൂടി അർത്ഥമുണ്ടല്ലോ അല്ലെ? ഞാനിപ്പോ അനാഥയല്ല സർ. ഞാൻ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലുള്ളവരും എന്നെ സംരക്ഷിക്കുന്നുണ്ട്. ഒരു അനാഥയായ നിന്നെ, വെറും ഒരു വീട്ടുജോലിക്കാരിയായ നിന്നെ അവരിങ്ങനെ നിന്നെ സംരക്ഷിക്കാനുള്ള കാരണം എന്താ? ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഈ ബാലചന്ദ്ര മേനോന്റെ മകനും ശിവശങ്കര മേനോന്റെ മകനും ചേർന്ന് നിന്നെ റേപ്പ് ചെയ്തിട്ടില്ലേ? ഇല്ല സർ. കള്ളം പറയരുത് പോലീസിനോട്. എന്നെ ആരും റേപ്പ് ചെയ്തിട്ടില്ല സർ. എന്നിട്ട് അമ്മ രണ്ടുപേരും സമ്മതിച്ചല്ല റേപ്പ് അറ്റംപ്റ്റ് നടന്നെന്ന്. എനിക്ക് പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതും. എനിക്കില്ലാത്ത പരാതി ഞാൻ എഴുതുകയില്ല. ബാലചന്ദ്ര മേനോന്റെ മകൻ രോഹിത് ബാലചന്ദ്രനും ശിവശങ്കര മേനോന്റെ മകൻ ഹരിശങ്കറും ചേർന്ന് എനിക്ക് മയക്കുമരുന്ന് നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ച് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചവരാണ്. ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് വല്ല കൂസലുണ്ടോ നോക്കിയേ.